മിനി സ്ക്രീൻ പ്രേക്ഷകർ കാത്തിരുന്ന ഒരു വെഡ്ഡിംഗ് അനൗൺസ്മെൻ്റാണ് സ്വാതി നിത്യാനന്ദ് വിഷ്ണു സന്തോഷ് ജോഡികളുടേത്. എൻ്റെ മാതാവ് സീരിയൽ സമയം മുതൽക്കാണ് സ്ക്രീനിൽ വിഷ്ണുവിൻ്റെ പേര് തെളിഞ്ഞു വന്നത്. പിന്നീട് പ്രമുഖ നടിയുമായുള്ള വിവാഹവും അതിനുശേഷം വിഷ്ണു സുഹൃത്തിൻ്റെ ചാനലിൽ നടത്തിയ വെളിപ്പെടുത്തലുമെല്ലാം ഏറെ ശ്രദ്ധേയമായിരുന്നു. പിന്നാലെ ജനപ്രിയ പരമ്പരകളുടെ എല്ലാം ഭാഗമായി വിഷ്ണു മാറുകയും ചെയ്തു. എന്നാൽ സ്വന്തം കുഞ്ഞിനെ കാണാൻ പോലുമുള്ള അനുവാദം വിഷ്ണുവിനുണ്ടായിരുന്നില്ല എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ അടുത്താണ് വിഷ്ണുവിനെ വീണ്ടും ചിരിച്ച മുഖത്തോടെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ കാണുന്നത്. അതിന് ഉറപ്പായും നിമിത്തമായത് നടി സ്വാതി നിത്യാനന്ദാണെന്ന് നിസ്സംശയം പറയാം. ഇപ്പോൾ പരസ്പരം എപ്പോഴും കൂട്ടായി സ്വാതിയും വിഷ്ണുവും ഒപ്പമുണ്ട്. പിരിയാനാകാത്ത ബന്ധമെന്ന പോലെ സ്വാതിയുടെ കമ്മൽ തൻ്റെ വണ്ടിയുടെ കീച്ചെയിനിൽ അണിഞ്ഞ ഒരു ചിത്രമായിരുന്നു വിഷ്ണു ഇക്കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. അതോടെയാണ് ഒരു നിമിഷം തൻ്റെ പ്രണയിനിയെ പിരിയാൻ വയ്യ എന്ന കമൻറ്റുമായി ആരാധകരെത്തിയത്. ഏതാണ്ട് സമാന ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോയവർ ജീവിതത്തിൽ ചേർന്നപ്പോൾ അതിനൊരുപാട് അർത്ഥമുണ്ടാകും, നിറമുണ്ടാകും. അതാണ് ഇപ്പോൾ ഇവരുടെ പോസ്റ്റുകൾ സൂചിപ്പിക്കുന്നത്. ഏറെ ജീവിത പാഠങ്ങൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ നിന്നും ഇരുവരും പഠിച്ചിട്ടാണ് മുൻപോട്ടുള്ള യാത്ര. എന്നിരുന്നാൽ തന്നെയും പ്രണയം ഇവർ ഇതുവരെയും പരസ്യമാക്കിയിട്ടില്ല. നിരവധി ഹിറ്റ് സീരിയലുകളുടെ ഭാഗമാണ് സ്വാതി നിത്യാനന്ദ്. ഭ്രമണത്തിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മുഴുവൻ ഇഷ്ടവും വാങ്ങിയ നടിയാണ് സ്വാതി. സ്വാതി എന്ന പേരിനേക്കാളും ഭ്രമണത്തിലെ ഹരിത എന്ന പേരിലാണ് കൂടുതൽ ആളുകൾ സ്വാതിയെ തിരിച്ചറിയുന്നത്. ഇപ്പോൾ അന്യഭാഷകളിലും സ്വാതി തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഭ്രമണത്തിലെ ഹരിതയായി എത്തിയതോടെയാണ് സ്വാതിയോടുള്ള ഇഷ്ടം ആരാധകർക്ക് കൂടിയത്. സീനിയർ താരങ്ങൾക്കൊപ്പമാണ് സ്വാതി തൻ്റെ അഭിനയം കാഴ്ചവെച്ചത്. മുകുന്ദൻ, ലാവണ്യ, ശരത് തുടങ്ങി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും നിറഞ്ഞു നിന്ന മുൻനിര താരങ്ങൾക്കൊപ്പമാണ് സ്വാതി തൻ്റെ പ്രകടനം ഗംഭീരമാക്കി മാറ്റിയത്. മുകുന്ദൻ്റെ മകളായും ശരത്തിൻ്റെ കാമുകിയായിട്ടുമാണ് ഹരിത എന്ന കഥാപാത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത്. കോവിഡ് കാലത്തായിരുന്നു സ്വാതിയുടെ വിവാഹം. ക്യാമറാമാൻ പ്രതീഷുമായി സ്വാതിയുടേത് പ്രണയ വിവാഹമായിരുന്നു. ഏറെ എതിർപ്പുകൾ അവഗണിച്ചാണ് ഇരുവരും ഒന്നായത്. വൈകാതെ ഇരുവരും വേർപിരിയുകയായിരുന്നു.